അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ് കേട്ടോ. ഇപ്പൊ 8 എഴുതിയേക്കുന്നത്. പിന്നെ സിസ്റ്റർ 8ാമത്തെ പോയിന്റ് ആണ്. എത്ര എഴുതിയിട്ടുണ്ട്? 9 എഴുതി. ഓക്കെ. അപ്പോൾ ഇനി 10ാമത്തെ പോയിന്റ് യാഹ്വേ മെക്കഡേഷം. യാഹ്വേ മെക്കഡേഷം. അതെല്ലാം എബ്രായ പദങ്ങളാണ്, നമ്മൾ മലയാളത്തിൽ എഴുതുന്നു എന്നേ ഉള്ളൂ. നോ പ്രോബ്ലം, നമ്മളത് എഴുതുക. ഓക്കെ. യാഹ്വേ മെക്കഡേഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധീകരിക്കുന്ന യഹോവ. ശുദ്ധീകരിക്കുന്ന യഹോവ. പുറപ്പാട് 31-ാം അധ്യായത്തിന്റെ 12ഉം 13ഉം. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എന്റെ ശബ്ബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എന്നേക്കും നിങ്ങളുടെ മധ്യേ ഒരു അടയാളമാകുന്നു. അപ്പൊ ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവയാണ് എന്ന് അറിയേണ്ടതിന് നിങ്ങൾ ശബ്ബത്തുകൾ ആചരിക്കണം. അത് തലമുറ തലമുറയായി ഒരു അടയാളം ആയിരിക്കണം. ഈ ശബ്ബത്ത് ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നറിയോ? നാം ശുദ്ധീകരണത്തിന് വിധേയപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്വസ്ഥത ആയിരിക്കുക, അല്ലെങ്കിൽ ശബ്ബത്ത് ആചരിക്കുക, 7ാം ദിവസം ശബ്ബത്ത് ആചരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ദൈവം നമ്മെ ശുദ്ധീകരിക്കുകയാണ് എല്ലാ തലങ്ങളിലും. ആന്തരിക ശുദ്ധി പോലെ തന്നെ ഭൗതികമായ നമ്മുടെ ശരീരശുദ്ധിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വേദപുസ്തകത്തിൽ അതിനൊക്കെ പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ട്. അവര് യഹോവയ്ക്ക് ഉത്സവം, യഹോവയുടെ സന്നിധിയിൽ മീറ്റിങ്ങിന് അവർ വരുമ്പോൾ അവരോടെല്ലാം വെള്ളത്തിൽ കുളിച്ച് വസ്ത്രം വെള്ളത്തിൽ കഴുകി വരാൻ പോലും ദൈവം പറയുന്നു. അപ്പൊ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾക്ക് ശുദ്ധീകരണം, ഈ വസ്ത്രം മാത്രം ശുദ്ധീകരിച്ച് അലക്കി ശുദ്ധിയുള്ള വസ്ത്രം ഇട്ടതുകൊണ്ട് മാത്രം ഒരാൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതും ആവശ്യമാണ്. അങ്ങനെയുണ്ട്. സഭായോഗത്തിനൊക്കെ ദൈവസന്നിധിയിലെ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചു വരുവിനാണ്. ദൈവസന്നിധിയിൽ എപ്പോഴും വരുമ്പോൾ, പ്രത്യേകിച്ച് സഭായോഗം കൂടുമ്പോൾ, നമ്മൾ ശബ്ബത്തിന് ആചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ നല്ലതാണ്. ശുഭ്രവസ്ത്രം ധരിക്കാൻ പറ്റിയാൽ നല്ലത്. അതുകൊണ്ട് ഒരാൾ വിശുദ്ധനാകുന്നില്ല. പക്ഷെ വിശുദ്ധൻ വെള്ളവസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഇനി വെള്ളവസ്ത്രം ധരിച്ചില്ല എന്ന് കരുതി നരകത്തിൽ പോകുന്നു, കൃപ കുറയുന്നൊന്നും ചിന്തിക്കരുത്. എങ്കിലും അത് നല്ലതാണ്. കർത്താവ് രൂപാന്തരമലയിൽ വസ്ത്രം മഞ്ഞയോ കറുപ്പോ ചുവപ്പോ ഒന്നുമല്ല ആയത്, വെള്ള ശുഭ്രവസ്ത്രധാരിയായി ഹിമം പോലെ മഞ്ഞിനേക്കാൾ വെള്ള വസ്ത്രമായിട്ടാണ് കാണുന്നത്. നിലയങ്കി ധരിച്ച വിശുദ്ധന്മാരെയും കാണുന്നുണ്ട്. വെള്ള ഒരു പവിത്രതയുടെയും ശുദ്ധിയുടെയും ഒരു അടയാളമായതുകൊണ്ട്, ദൈവം അങ്ങനെ ആയതുകൊണ്ടും, ദൈവം ശുദ്ധീകരിക്കുന്ന യഹോവയായതുകൊണ്ടും അങ്ങനെ ഒരാൾ ചെയ്യുന്നെങ്കിൽ അത് കുറെ കൂടെ ഒരു ഭവ്യതയും മാന്യതയുമാണ് ആയി പരിഗണിക്കപ്പെടും. ഓക്കെ, അത് നല്ലതാണ്. സമാധാനത്തിന്റെ ഒരു അടയാളമാണല്ലോ വെള്ള. ഇപ്പം ശബ്ബത്ത് ആചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വെറും ഒരു ചടങ്ങാന്ന് ചിന്തിക്കരുത്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവയാണെന്ന് തലമുറ തലമുറ അറിയേണ്ടതിന്, ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവയാണെന്ന് അറിയേണ്ടതിനാണ് ശബ്ബത്ത് ആചരിക്കുന്നത്. ശബ്ബത്തിന്റെ പ്രമാണപ്രകാരം ആചരിക്കുമ്പോൾ അത് യഹോവ നമ്മെ ശുദ്ധീകരിക്കുകയും കൂടെയാണ്. ദൈവസന്നിധിയിൽ എപ്പോഴും ശുദ്ധീകരണം ആവശ്യമാണ്. നമുക്കെല്ലാം അറിയാം, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ശബ്ബത്തിന് പകരം, അല്ലെങ്കിൽ നമ്മൾ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ കൂടി വരുമ്പം ദൈവസന്നിധിയിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്തു വന്ന് ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് എല്ലാ നിലയിലും മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ കുളിർമ തോന്നിക്കുന്ന ഒരു റീഫ്രഷ് ആകുക എന്ന് പറയും. ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ റീഫ്രഷ് ആകണം. അതിന് കഴിയുന്ന വിധം ആയിരിക്കണം നമ്മുടെ യോഗങ്ങൾ, സഭായോഗങ്ങൾ, ശുശ്രൂഷകൾ. ഭാരത്തോടെ വന്നാൽ യോഗം കഴിഞ്ഞ് സഭയിൽ നിന്ന് പോകുമ്പോൾ ഭാരമൊഴിഞ്ഞ് ഫ്രീ മൈൻഡായിട്ട് പോകണം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ വിട്ട് പോകരുത് കേട്ടോ. വാടിയ മുഖത്തോടെ സഭായം കഴിഞ്ഞാലും വീട്ടിൽ പോകരുത്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് വാടിയ മുഖത്തോടെ വീട്ടിൽ പോയവരുടെ കൂടെ കർത്താവും പോയി വഴി വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ സെറ്റിൽ ചെയ്തു.
സോ ഈ ശബത്ത് ആചരിക്കാൻ കൽപ്പിച്ചത് തന്നെ ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണെന്ന് നീയും നിന്റെ തലമുറയും അറിയണം. അത് തലമുറയായി അവർക്ക് നിയമവും ചട്ടവുമാക്കി വെച്ചിരുന്നു. ഓക്കെ, ലേവ്യ പുസ്തകം 20:8 ഒരാൾ വായിച്ചോ. എന്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പീൻ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് പ്രമാണിക്കണം. ദൈവം എപ്പോഴും നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഈ എന്ത് കാര്യത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ശുദ്ധീകരിക്കുന്ന ദൈവം എന്ന് പറയുമ്പം ശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ തയ്യാറാകണം. ഇസ്രായേൽ മക്കളെ ഇവിടെ മന്ന മാത്രമേ ഉള്ളൂ, ഇറച്ചി ഇല്ല എന്നും പറഞ്ഞ് കരഞ്ഞു. നമുക്കറിയാം സംഖ്യാപുസ്തകം 11-ാം അധ്യായം അല്ലെ. അങ്ങനെ കരഞ്ഞപ്പം ദൈവം പറഞ്ഞു, ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കും നാളെ. മോശ ചോദിച്ചു എങ്ങനെയാ? ദൈവം പറഞ്ഞു, അതൊന്നും നീ അറിയണ്ട, നീ ജനത്തെ ശുദ്ധീകരിക്കുക, നാളെ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കും. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ ചില ഭൗതിക ആഗ്രഹങ്ങൾ പോലും ലഭിക്കണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യമാണ്. അത് ചിന്ത മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇറച്ചി കഴിക്കാൻ അവർ ആഗ്രഹിച്ചിട്ട് ഇറച്ചി കിട്ടണമെങ്കിൽ പോലും ദൈവം പറയും, നാളെ ഞാൻ ഇറച്ചി കൊടുക്കാം, പക്ഷെ ഇന്ന് നീ ജനത്തെ ശുദ്ധീകരിക്കണം. അന്ന് തന്നെ കൊടുക്കാൻ എന്താ ദൈവത്തിന് പറ്റാഞ്ഞിട്ടാണോ? അല്ല, മിനിറ്റുകൾക്കുള്ളിൽ ലിവ്യാതാന്റെ തല തീർത്ത് കാടപ്പക്ഷിയെ വിളിച്ചു വരുത്തി അപ്പൊ തന്നെ ഇവർക്ക് കൊടുക്കാം. പക്ഷെ ഒരു ദിവസം ദൈവം കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നീ ജനത്തെ ശുദ്ധീകരിക്കുക, നാളെ ഞാൻ അവർക്ക് കാടയിറച്ചി കൊടുക്കും. അതുകൊണ്ട് ദൈവമക്കൾ, ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, ഇത് പ്രാപിക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കണം. ശുദ്ധീകരണം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് അനേക നന്മകൾ തടയപ്പെടും. അത് പലപ്പോഴും നമ്മുടെ ചില അനുഗ്രഹങ്ങളും ചില വാഗ്ദത്തങ്ങളും ചില നന്മകളും നമുക്ക് അപ്രാപ്യമായി കൈവിട്ടു പോകുന്ന അനുഭവങ്ങൾ, പോയിട്ടുള്ള അനുഭവങ്ങൾ പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല പാസ്റ്റേ, അത് കയ്യിൽ കിട്ടി എന്ന് വിചാരിച്ച, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെയുള്ള പല പല പരാതികൾ ആത്മീയകോളത്തെ കാണാം. ഇറ്റ്സ് എ ട്രൂത്ത്. ശുദ്ധീകരണം ഏത് നന്മ പ്രാപിക്കുന്നതിനും ആവശ്യമാണ്. കാരണം ദൈവത്തിന് നമ്മളോടുകൂടെ നടക്കണമെങ്കിൽ, നമ്മളോടുകൂടെ വസിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ആയേ പറ്റത്തുള്ളൂ. അതാ. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഓക്കെ, ഇനിയും ദൈവം എങ്ങനെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്? എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായം 12-ാം വാക്യം വായിക്കുക. ആദ്യം ഒരാള് അൺമ്യൂട്ട് ചെയ്തു, ബെൻ സിസ്റ്റർ. വായിക്കുന്ന ഒരാൾ അൺമ്യൂട്ട് ചെയ്തു. എസെക്കിയേൽ 20:12 ആദ്യം ഒന്ന് വായിക്കുക. ഇതൊക്കെ ഞാൻ ഈ വിഷയത്തിന്റെ പ്രാധാന്യം, ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയാണ് എന്നറിയണമെന്ന് പല ആവർത്തിയാണ് ദൈവം പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പല റെഫറൻസുകൾ വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഒന്നുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ദൈവമായ യഹോവ നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ് എന്ന് ജനം അറിയണം, നമ്മൾ അറിയണം. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ദൈവിക സ്വഭാവങ്ങളിൽ, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന നിലയിൽ, വിശേഷ ലക്ഷണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്, ഞാൻ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ദൈവം ശുദ്ധീകരിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കാൻ പോവുക. ദൈവം എങ്ങനെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്? അതിന് മുൻപായിട്ട് എസെക്കിയേൽ പ്രവചനം 42-ാം അധ്യായം 23-ാം വാക്യം ഒരാള് വായിക്കുക. 22-ന്റെ 26 വായിക്കുക.
42-ന്റെ 23. 42. എസെക്കിയേൽ. അതിന് 23 ഇല്ല പാസ്റ്ററേ. 23 ഇല്ല. സോറി, 40 എത്ര ഞാൻ പറഞ്ഞത്? 42. 44. ഓക്കെ. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. ഓക്കെ, ഇത് പുരോഹിതന്മാരോട് പറയുന്ന കാര്യമാണ്. അവർ മലിനമായതിനും, അല്ല ഒന്നുകൂടെ വായിച്ചേ. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ച് അറിയിക്കുമാറാക്കണം. അപ്പൊ അത് നമ്മളോടുള്ള പുരോഹിതന്മാരോടുള്ള കൽപ്പനയാണ്. And they are to make clear to my people the division between what is holy and what is common, and to give them to knowledge of what is clean and what is unclean. അപ്പൊ ഇത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ കടമയുള്ളവരാണ് കേട്ടോ. They shall teach my people the difference between the holy and common, and cause of them to discern between the unclean and clean. ഈ വിശുദ്ധമായതും സാമാന്യമായതും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ഹോളി ആൻഡ് അൺഹോളി, അത് എന്റെ ജനത്തെ തിരിച്ചറിയുമാറാക്കണം. എന്തുകൊണ്ടാണ്? ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ അറിയണം. ഇത് വ്യക്തമായി ലീഡേഴ്സ് ജനത്തോട്, പുരോഹിതന്മാർ, പ്രത്യേകിച്ച് പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, സാധാരണ ആയിട്ടുള്ളത്, കോമൺ ആയിട്ടുള്ളതും സെപ്പറേറ്റഡ് ആയിട്ടുള്ളതും ഒന്നാമത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ആരാണെന്ന് ഈ ദൈവമക്കളെ പറഞ്ഞൊന്ന് പഠിപ്പിക്കണം. നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടു എന്ന് പറയുന്ന നമ്മുടെ പദവി എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഈ പല കുഞ്ഞുങ്ങളും കൽപ്പന അനുസരിക്കുന്നില്ല, വഴിവിട്ടു പോകുന്നു എന്നൊക്കെ പലരും പരിതപിക്കുന്നുണ്ട്. ശരിയാണത്, ഓക്കെ, അതൊരു സത്യമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ പിള്ളേരോട് കുഞ്ഞുങ്ങളെ അവരുടെ പ്രായമനുസരിച്ചും പക്വതയനുസരിച്ചും വയസ്സനുസരിച്ചും ദൈവിക കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് എത്രയോ പ്രാവശ്യമാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യമായിട്ട് എന്നോട് മറുപടി പറയണ്ട, പക്ഷെ ദൈവത്തോട് പറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയ്ക്കാണോ ഭൗതിക വളർച്ചയ്ക്കാണോ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? നമ്മുടെ മക്കളെ നിത്യതയിൽ എത്തുന്നതിന് വേണ്ടിയാണോ കൂടുതൽ പണവും സമയവും നിങ്ങൾ ചെലവഴിക്കുന്നത്? ലോകത്തിന്റെ ഏതെങ്കിലും ലോകപ്രകാരമുള്ള ഉന്നത വിദ്യാഭ്യാസവും വലിയ സാലറിയും നേടാൻ വേണ്ടി ഈ ലോക ജീവിതത്തെ ഏറ്റവും നല്ല നിലയിലാക്കാനാണോ നിങ്ങൾ കൂടുതൽ പണവും സമയവും ചെലവഴിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് വിഷയത്തിന് വേണ്ടിയാണ് കൂടുതൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുള്ളത്? അവരുടെ വിദ്യാഭ്യാസമാണോ, അവരുടെ യാത്രയാണോ, അവരുടെ ഫുഡാണോ, അവരുടെ ക്ലോത്തിങ് ആണോ, അവരുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആണോ? സത്യം ഉള്ള സത്യം എന്നോട് ഇപ്പോഴും പറയരുത്, അറിയാതെ പോലും പറഞ്ഞു പോകരുത്. നിങ്ങൾ പിന്നെ ദൈവത്തോട് പറഞ്ഞാൽ മതി. നമ്മുടെ പണത്തിന്റെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ലോകത്തിന്റെ വിദ്യാഭ്യാസം, ലോകത്തിന്റെ ജ്ഞാനം സമ്പാദിക്കാൻ ചെലവഴിച്ചതിന്റെ 2% അവരുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ? ചെലവഴിക്കാൻ തയ്യാറാണോ? നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം, എന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ അനാത്മികതയെ കുറിച്ച് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ അവരുടെ ആത്മീക ജീവിതത്തെ ശ്രദ്ധിക്കാൻ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ട്യൂഷന് പോകുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് ശ്രദ്ധയാണ്? ഹോംവർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിൽ എന്ത് ശ്രദ്ധയാണ്? ബൈബിൾ ഇന്ന് വായിച്ചോ എന്ന് ആദ്യം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിക്കുന്ന 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഞാനത് പറയുന്നില്ല, എനിക്കറിയാം ആദ്യത്തെ 5 ചോദ്യം എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചോദിക്കേണ്ട കാര്യം ഞാൻ പറയുകയാണ്. ഇന്ന് നീ വേദപുസ്തകം വായിച്ചോ?
ഇന്ന് എത്ര സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു സമയം ചെലവഴിച്ചു? ഇന്ന് മോനോട് ദൈവം എന്താണ് സംസാരിച്ചത് വചനത്തിലൂടെ? ഇന്ന് യേശുവിനെ കുറിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇന്ന് നീ കർത്താവിന് വേണ്ടി എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെട്ടോ? ഈ 5 ചോദ്യങ്ങളെ ചോദിക്കണം. എനിക്ക് പിള്ളേരോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫാമിലി എങ്ങനെയാണ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ. വേദപുസ്തകം വായിച്ച് രാവിലെ പറഞ്ഞ പോലെ 3 അധ്യായം ഏറ്റവും മിനിമം വായിച്ച് എഴുതിയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ ഇന്നത്തെ തലമുറ നമ്മളോട് കൂടെ നിത്യതയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലത്തെ കാര്യമായിട്ട് ഞാനീ പറയുന്നേ. അല്ലെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം, മക്കള് സ്വർഗത്തിൽ വരണമെന്ന് നിർബന്ധം ഉണ്ടേ ഉള്ള കാര്യം ഞാനീ പറയുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ഒന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മോനെ, നമ്മൾ ആരാണ്? പെൺപിള്ളേര് ഇപ്പൊ ഒത്തിരി സഹോദരിമാര് വേർപാട് എന്ന വിഷയത്തിന്റെ അനുബന്ധ വിഷയമായി ഓർണമെന്റ്സ് യൂസ് ചെയ്യാറില്ല. ഞാൻ അവരെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നു. സോ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാനും മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. പിന്നെ ആർക്കെങ്കിലും തർക്കമോ വാദമോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ തർക്കിക്കാനൊന്നുമില്ല. അറിയണമെന്നുണ്ടെങ്കിൽ റെഫറൻസുകൾ അയച്ചു തരും. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ അയച്ചു തരും. പുതിയ നിയമത്തിൽ ഇല്ല എന്നൊന്നും ആരും പറയരുത്. സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് അവരോട് പ്രത്യേക, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് അവരുടെ ഇടപെടുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു. സോ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഒരു സഹോദരിയുടെ മോള് ചോദിച്ചു, മമ്മി നമ്മൾ എന്തുകൊണ്ടാണ് ആഭരണം ഇടാത്തത്? എന്താ മമ്മി നമ്മൾ മാലയിട്ടാൽ? അപ്പൊ അവക്കടെ ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞത്, പെണ്ണെ മിണ്ടാതെ പോയിക്കോണം കേട്ടോ, വേറെ ഒന്നും നിനക്ക് ചോദിക്കാനില്ലെന്ന് ചോദിച്ചു. അമ്മയും ഇടുന്നില്ല, മോളും ഇടുന്നില്ല. പക്ഷെ മോക്കൊരു സംശയം, മമ്മി എന്തുകൊണ്ടാണ് നമ്മൾ ഇടാത്ത? പിള്ളേര് സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംശയം വരുമല്ലോ. മിണ്ടാതെ പോയിക്കണം, വേറെ ഒന്നും നിനക്ക് ചോദിക്കാനില്ല. അപ്പം എന്നോട് ചോദിച്ചപ്പോ ഞാൻ അതിനൊരു ആൻസർ കൊടുത്തു. 2 കൊരിന്ത്യർ 11 അധ്യായം 2 വാക്യം. നാം ഒരു വ്യക്തി ദൈവഭക്തിയെ, ഒരു സഹോദരി ദൈവഭക്തിയെ സ്വീകരിച്ചാൽ, സഹോദരനെന്നോ സഹോദരിയെന്നോ വേർപെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പദവി വരികയാണ്. അതിനെക്കുറിച്ച് ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവിടെ പറയുന്നത്, ഞാൻ പറഞ്ഞു, മോളെ നീ സ്നാനപ്പെട്ടതാണോ? അതെ. സ്നാനപ്പെടുമ്പോൾ ഇനി മുതൽ നീ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതാണ് സ്നാനം. കുഞ്ഞാടുമായിട്ടുള്ള നമ്മുടെ വിവാഹമല്ല സ്നാനം, വിവാഹ നിശ്ചയമാണ്. വിവാഹം നടക്കുന്നത് കർത്താവിന്റെ വരവെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ മേഘപ്രത്യക്ഷതയിൽ നമ്മൾ എടുക്കുമ്പോഴാണ്. ഇപ്പൊ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഇപ്പോൾ ഭയപ്പെടുന്നു. അപ്പൊ കർത്താവായ യേശു വരുമ്പോൾ തന്റെ മണവാട്ടിയായി പോകാൻ നീ സ്വയം എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നെ സ്നാനപ്പെടുത്തി. ഓക്കെ, ഇനി ഒരു പദവി വന്നിട്ടുണ്ട്. ആ പദവിയെ കുറിച്ച് മനസ്സിലാക്കണം. ആദ്യം സ്നാനപ്പെട്ട വ്യക്തി, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ദൈവസന്നിധിയിൽ അവർക്കുള്ള പ്രാഗൽഭ്യവും പദവിയും എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ എങ്ങനെയാകണം. എന്തുകൊണ്ട് എന്ന ചോദ്യം അവരിൽ അവശേഷിക്കരുത്. നീ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ചെയ്യണം എന്നും കൂടെ പറയണം. വൈ വി ആർ, അല്ലെങ്കിൽ നമ്മൾ ആരാണ്? ഹു ആം ഐ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആദ്യം ചിന്തിക്കുക, ആരാണ് ഞാൻ? ആരാണ്? ഇത് പറഞ്ഞു കൊടുക്കുന്നതിൽ സത്യത്തിൽ നമ്മൾ വളരെ പരാജയപ്പെട്ടു പോയി. ഇതുകൊണ്ടാണ് ഇവർക്ക് ഇതൊന്നും മനസ്സിലാകാത്തത്. ഈ കുറെ കഴിയുമ്പോൾ ഇതൊരു മതാചാരത്തിന്റെ ഭാഗമായിട്ടാണ് പല പിള്ളേരും ചെയ്യുന്നത്. ഇവർക്ക് മനസ്സിലായിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം. ഞാൻ ദുബായിൽ വെച്ച് അവിടെ ചർച്ചിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് വ്യത്യസ്തമായ ചില സബ്ജക്റ്റുകളാണ് ഞാൻ കൊടുത്തത്. അപ്പം അതുകൊണ്ട് യവനക്കാര് വെയിറ്റ് ചെയ്തു. എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് സംസാരിച്ച് എന്നോട് പേഴ്സണലായി വിളിച്ചുകൊണ്ട്, പാസ്റ്റർ ഞാനൊരു ചോദ്യം ചോദിക്കുവാണ്,
ചോദിക്കുമ്പോൾ പാസ്റ്റർ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പാസ്റ്ററോട് ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അതിനെതിരെ എന്തെങ്കിലും കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഒന്നുമല്ല. ഞാൻ പാസ്റ്റർ ഇത് വേറെ ആരോടും എന്റെ പേര് പറയരുത്. ഞാൻ പാസ്റ്റർ പേഴ്സണലി, അതുകൊണ്ടാണ് ഞാൻ പേരും പറയുന്നില്ല, ചർച്ചും പറയുന്നില്ല. കളിയാക്കാൻ ചിന്തിക്കുകയേ ചെയ്യരുത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ചെറുപ്പക്കാരാണ്. അന്നത്തെ സഭായുഗത്തിൽ കൂടുകയും തിരുവത്താഴം ഒക്കെ എടുക്കുന്നയാളാണ്. പക്ഷേ സത്യമായിട്ടും ദൈവമുണ്ടോ എന്നോട് ചോദിക്കുകയാണ് ഒരു പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. എങ്ങനെ അറിയാൻ പറ്റും? എൻ്റെ ആഗ്രഹം കൊണ്ട് ചോദിക്കുക. ഞാൻ ഇവിടെ വന്നിരുന്നതും പാസ്റ്ററുടെ പ്രസംഗവും സഭായോഗവും തിരുവത്താഴം ഒക്കെ എടുത്തത് എൻ്റെ പാരൻസിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് മാത്രമാണ്. ദൈവമുണ്ടോ എന്നോട് ചോദിച്ച ചോദ്യം. ഇതേപോലെ ഒരു യൂത്ത് ക്യാമ്പിൽ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്ററെ ഈ വചനത്തെ പറയുന്ന പോലെ ജീവിക്കാൻ പറ്റുമോ? സത്യസന്ധമായിട്ട് മറുപടി പറ. ഉപദേശവും പ്രസംഗവും ഒന്നും പറയരുത്. പാസ്റ്റർ സത്യമായിട്ടും പറ, ഈ വചനപ്രകാരം ഒരു യവനക്കാരൻ ജീവിക്കാൻ പറ്റുമോ? സോ ഇങ്ങനെ 100 ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ തലമുറകളുടെ മനസ്സിലുണ്ട്. എന്നെങ്കിലും നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വിളിച്ച് പറയുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ അവരെയൊക്കെ ഏൽപ്പിച്ച് അവർക്ക് അതിനൊരു അവസരം കൊടുക്കണം. അവർ ചോദിക്കട്ടെ, ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കട്ടെ. അവരുടെ മനസ്സിൽ ഇത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം അവരുടെ ഹൃദയം തുറന്നു കൊടുക്കത്തില്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരത്തില്ല. നമ്മളും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. എനിക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ ചർച്ചിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞ സ്നാനം സ്വീകരിച്ചത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. സോ യേശുക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ, സഹോദരി എന്ന് പേർപ്പെട്ട ഒരുവൻ. 1 തിമോത്തി 2-ാം അധ്യായം 9-10 ഒക്കെ വാക്യങ്ങൾ അറിയാലോ എല്ലാവർക്കും. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് പൊന്ന്, പിന്നിയ, മുടി, വിലയേറിയ വസ്ത്രം, ഇങ്ങനെയല്ല. ദൈവഭക്തിയെ സ്വീകരിക്കുന്നവരുടെ കാര്യം പറയുന്നത്. അപ്പൊ അവർക്ക് അവിടെ ഒരു പദവിയുണ്ട്. യൂദായുടെ ലേഖനം 1-ാം വാക്യം, യൂദായുടെ ലേഖനത്തിന് 1 അധ്യായമേ ഉള്ളൂ, 1-ാം വാക്യം. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും വിളിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, സെപ്പറേറ്റഡ് പീപ്പിൾ. ഒരാൾ സ്നാനപ്പെടുമ്പോൾ ഓർക്കണം, പിതാവായ ദൈവത്താൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്, സ്നേഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. അപ്പൊ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക്. ഇത് മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം. ദൈവമക്കളെ പറഞ്ഞു മനസ്സിലാക്കണം. സഭാജനത്തെ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ ആരാണ്? ഇപ്പോൾ മുൻപ് ആരായിരുന്നു, ഇപ്പോൾ ആരാണ്? എന്താണ് ലോകത്തിൽ നിന്നുള്ള നമ്മുടെ വ്യത്യാസം? ലോകം നിങ്ങളെ പകയ്ക്കുന്നത് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് ലോകം പകയ്ക്കുന്നത്. നമ്മുടെ പൗരമോ സ്വർഗത്തിലാണ്. ആത്മീയതയിൽ തലമുറകൾ നമുക്കൊത്തും നമ്മുടെ ജനം ഒരുമിച്ച് വരണമെങ്കിൽ യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് സ്നാനപ്പെടുമ്പോൾ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. സ്വർഗത്തിൽ അവരുടെ പേര്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള പദവികൾ, സ്വർഗം, ദൈവം അവരെ എങ്ങനെ കാണുന്നു, ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു, ദൈവം മുമ്പിൽ നമുക്കുള്ള പ്രാഗൽഭ്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സോ ആ ഒരു അറിവ് കിട്ടിക്കഴിയുമ്പോഴാണ് ഇവർ ഈ വിശുദ്ധീകരണത്തിലേക്ക് തന്നെ വരും. അപ്പൊ അങ്ങനെ ഒരു പരാജയം നമുക്ക് വന്നാൽ അതൊരു വലിയ ട്രാജഡി ആയിട്ട് അവസാനം മാറും. എനിക്ക് എന്തൊരു നമുക്കെല്ലാം വേദനയുള്ള കാര്യം ഞാൻ പറയാം. ഈ കഴിഞ്ഞ സൺഡേ വരെ, എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് സൺഡേ വരെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനത്തോടു കൂടെ ആരാധനയിൽ പങ്കെടുത്തു. ചില നാളുകൾ വർഷിപ്പ് ലീഡറായിരുന്നു. പിറ്റേ ആഴ്ചയിൽ ഒരു ഫെലിസ്തീനുമായി ഒരു മടിയും കൂടാതെ വിവാഹം കഴിച്ചു പോയി. ഇത് ഒരു സംഭവമല്ല. ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഏകദേശം ഒരു നമ്പർ പോലും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെയും ദൈവജനത്തോടുകൂടെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ഒരു മടിയും കൂടാതെ എത്ര പെൺപിള്ളേര് പിറ്റേ ദിവസം, പിറ്റേ സൺഡേ അന്യദേവന്റെ ക്ഷേത്രത്തിൽ പോയി കുമ്പിട്ട് തല കുനിച്ച് നിന്ന് താലി കെട്ടി വിവാഹിതരായി പോകുന്നു.
ഇവർക്ക് ഇതെങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ വളരെ ആശങ്കപ്പെടുത്തൊരു കാര്യമാണ്. ഇവർക്ക് ഇതെങ്ങനെ പറ്റുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയതിന്റെ സർവേയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഇവരുടെ ഉള്ളിൽ വീണ്ടും ജനന അനുഭവം നടന്നിട്ടില്ല. ഇവരിവിടെ വന്നിരിക്കുന്നല്ലാതെ അവിടെ വന്നിരിക്കുന്നവരാരാണ്, അവരുടെ പദവി എന്താണെന്ന് ഇവർക്കറിയത്തില്ല. ഇവരത് പഠിച്ചിട്ടില്ല, അവരെ പഠിപ്പിച്ചിട്ടില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്നതിന്റെ 10% എങ്കിലും ചെലവഴിക്കാൻ ശ്രമിച്ചാൽ അവര് ഉത്തമ വ്യക്തികൾ, ഉന്നത ലീഡേഴ്സായി മാറും. ട്രെയിൻ ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ നമ്മൾ പലപ്പോഴും തയ്യാറല്ല. നമുക്കത് വലിയൊരു വിഷമമാണ്. ഞാൻ എൻ്റെ മക്കളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഫീസ് കൊടുത്തു വിട്ടിട്ടുണ്ട്. സൺഡേ സ്കൂൾ ഫീസ് എത്ര പേര് കൊടുക്കുന്നുണ്ട് മക്കൾക്ക്? നിങ്ങൾ ട്യൂഷൻ ഫീസ് ഞാൻ പറയാതെ അറിയാലോ, ഓരോ കോഴ്സിന് എത്ര ലക്ഷങ്ങളാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നിത്യതയിലെത്താൻ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർക്ക് എന്തുകൊണ്ട് പൈസ കൊടുത്തു വിടുന്നില്ല? ഞാൻ എൻ്റെ 2 ആൺപിള്ളേരെ അവരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചേഴ്സിന് സാലറി കൊടുത്തു വിട്ടിട്ടുണ്ട്. സാലറി മീൻസ് ഫീസ്. ഞാൻ പറഞ്ഞു മോൻ കൊണ്ട് കൊടുക്കണം. അവിടെ അങ്ങനത്തെ സിസ്റ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അവർക്കത് കൊടുക്കണം. അത് അവർക്ക് അർഹിക്കപ്പെട്ട ഇവരുടെ അനുഗ്രഹത്തിനാണത്. എന്താണത്? അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നവനെ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അത് വചനത്തിലുള്ള കാര്യമാണ്. ഞാനത് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദേവാസന്മാർ വന്നാൽ, ഒരു ശുശ്രൂഷ അനുഭവിച്ചാൽ, ഒരു കാര്യങ്ങൾ പഠിച്ചാൽ അത് നമ്മൾ ചെയ്യണം. അതൊരു അനുഗ്രഹമാണ്. എന്നാൽ ഈവൻ ഒരു സൺഡേ സ്കൂൾ ബുക്ക് പോലും 15 രൂപ കൊടുത്ത് മേടിക്കണം എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളിൽ വിടിയല്ലാത്തൊരു എനിക്കറിയാം. ദൈവത്തിൽ നിന്നെല്ലാം പ്രാപിക്കുന്നതിൽ അത്യുത്സാഹം കാണിക്കുന്ന നമ്മുടെ ജനത്തിന് എന്തുകൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ ഇത്ര വൈമനസ്യം വരുന്നു? മാനസാന്തരത്തിന്റെ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പുതിയ ബാച്ചിലുള്ള നിങ്ങൾ കുറച്ചു പേർക്ക് മാത്രമേ അത്, അല്ലെങ്കിൽ നമ്മുടെ അഡാൽസിന്റെ ഫസ്റ്റ് ഇയറിലൊക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മാനസാന്തരപ്പെട്ടാൽ അവരെ തിരിച്ചറിയുന്ന 5 ഫലങ്ങൾ ഞാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ ദ്രവ്യാഗ്രഹം ഇല്ലാതെ ആകുക. ദൈവത്തിന് കൊടുക്കാനുള്ള സന്തോഷം വരും ശരിക്കും മാനസാന്തരപ്പെട്ടാണ്. സക്കായി യേശു ഒറ്റ ദിവസം വീട്ടിൽ പാർക്കാൻ ചെന്ന സന്തോഷത്തിൽ താൻ മാനസാന്തരപ്പെട്ടു. ഇന്ന് ഈ വീടിന് രക്ഷ കൈവന്നു. സ്വത്ത് പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ള പകുതിയിൽ നിന്ന് ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. ആ മനുഷ്യന് പിന്നെ എന്തോ ഉണ്ട്, പുള്ളിക്ക് ഇനി ഒന്നും വേണ്ട. യേശു ഒരു ദിവസം വീട്ടിൽ വന്നു. ഒറ്റ ദിവസം യേശു വീട്ടിൽ പാർത്തേനാത്. നമ്മുടെ വീട്ടിൽ എത്ര നാളായി യേശു പാർക്കാൻ തുടങ്ങിയിട്ട്? കണ്ടിട്ടില്ലേ? യേശു ഈ വീടിന്റെ രക്ഷകെന്ന് ബോർഡ് കണ്ടിട്ടില്ലേ? എത്രയോ വർഷങ്ങളായി. അതാണ് വ്യത്യാസം. സോ കുഞ്ഞുങ്ങളെ അവരാരാണ്? അവരെ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചു വേർതിരിക്കുന്നു? അവരുടെ പദവി എന്താണ്? മോളിപ്പം മറ്റുള്ള പെൺകുട്ടികളെ പോലെയല്ല, മോനും അങ്ങനെയല്ല. സോ സാമാന്യമായത് ലോകക്കാർ കോമൺ പീപ്പിൾ ഓക്കെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. വി ആർ ദ സെപ്പറേറ്റഡ് പീപ്പിൾ, ചൂസൺ പീപ്പിൾ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക, നമ്മുടെ സാമ്രാജ്യത്തിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്ന അവരുടെ ന്യായപ്രമാണം മറ്റെല്ലാവരുടെ ന്യായപ്രമാണത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ നിത്യതയിലേക്ക് പോകുന്നവരാണ്, നിത്യജീവൻ അവകാശികളാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവം. ഇനി 22-26 വായിച്ച എസെക്കിയേൽ. അതിലെ പുരോഹിതന്മാർ തന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. കണ്ടോ? മലിനവും നിർമ്മലവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ കാണിച്ചു കൊടുക്കാതിരിക്കുന്നത് പുരോഹിതന്മാർ ദ്രോഹം ചെയ്യുകയാണ്. ഒരു ശുശ്രൂഷകൻ ദ്രോഹം ചെയ്യുകയാണ് സത്യത്തിൽ. ജനത്തിനോട് സത്യം പറയാതെ അവരെ പ്രസാദിപ്പിക്കാൻ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണമുള്ള ഒരു ഉപദേശകനാണ് നിങ്ങളെങ്കിൽ എനിക്ക് പേടിയാ അത് ഓർക്കുമ്പോ. ദൈവത്തിന്റെ ദാസന്മാരല്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ അവർക്ക് കർണരസമാകുമാറ് അവരുടെ ഇഷ്ടമനുസരിച്ച് ഉപദേശിക്കുന്ന ഒരു ഉപദേശിയാണെങ്കിൽ നിങ്ങൾ കർത്താവാക്കി വെച്ച ഒരാളല്ല നമ്മൾ. പിന്നെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒരു തൊഴിൽ എന്ന് മാത്രം ചിന്തിക്കാൻ നമുക്ക് അർഹതയുള്ളൂ. അപ്പൊ പുരോഹിതന്മാർ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു. എന്താണ് ദ്രോഹം?
അവർ മലിനമായതും സാമാന്യമായുള്ള വ്യത്യാസം എന്റെ ജനത്തിന് കാണിച്ചു കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ ജനം ദൈവത്തെ ഭയപ്പെടും? അവർ കേട്ടാലും ഇല്ലെങ്കിലും നീ പറയണം. ഇതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. ഞാൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകാതിരിക്കേണ്ടതിന് നീ ഈ ന്യായപ്രമാണത്തോട് കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ഒരു ലീഡർ തെറ്റിയാൽ ആയിരങ്ങൾ തെറ്റിപ്പോവും. സോ ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നോ എക്സ്ക്യൂസ്, ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം ഒരു ലീഡർ തെറ്റിയാൽ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെ തെറ്റിക്കാൻ പറ്റും. എത്രയോ ലക്ഷം വ്യക്തികളോട് നിർമ്മല സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അനുഗ്രഹീതനായ കർത്താവിന് വേണ്ടി എത്രയോ പ്രയോജനപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തൊക്കെയാണ് കാണുന്നത്, എന്തെല്ലാക്കെയാണ് അറിയുന്നത്. ആ ഒരൊറ്റയാളെ ഹൃദയത്തിന്റെ ചിന്തയിൽ ഉപദേശത്തിൽ തെറ്റിച്ചാൽ അദ്ദേഹത്തോടു കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാര് ഇതിലേക്ക് പോയില്ലേ? വ്യർത്ഥ പാരമ്പര്യത്തിന്റെ കുപ്പായം അണിഞ്ഞില്ലേ? സോ ജനത്തോട് തെറ്റും ശരിയും ഏതാണ്? നിർമ്മലവും മലിനവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് പറഞ്ഞു കൊടുക്കണം. ഇതിനാണ് അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. ഈ പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വളരെ ഉത്തരവാദിത്വം നമുക്കാണ്. ഞാൻ നിങ്ങൾക്ക് തന്ന റെഫറൻസ് വീണ്ടും ഒന്ന് തരികയാണ്, ഹൃദയത്തിൽ കയറട്ടെ എന്ന് വിചാരിച്ചാണ്. ആവർത്തനം 6:6, 7, 8, 9 എഴുതി വെച്ചു. ഇപ്പൊ വായിച്ച സമയം കളയുന്നില്ല, ചിലർക്കെങ്കിലും അത് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഇത് ആവർത്തനത്തിൽ മാത്രമല്ല പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യിരെമ്യാ പ്രവചന പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം. റെഫറൻസ് ഒന്നുകൂടെ പറയാം. യിരെമ്യാവ് 23-29, ജെറമയ 23-29. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെ ഉണ്ടോ? തീ നമ്മള് പഠിച്ചു അല്ലേ കഴിഞ്ഞ? അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രതീകാത്മക നാമങ്ങളിൽ തീ എന്തിനെ കാണിക്കുന്നതാണ്? പരിശുദ്ധാത്മാവിന്റെ 7 പ്രതീകാത്മക നാമങ്ങളിൽ തീ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തീ എന്തിനെ കാണിക്കുന്നതാണ്? നോട്ടൊന്നും എടുക്കണ്ട, ഓർമ്മയെന്ന് പറയണം. സിസ്റ്ററെ, ശുദ്ധീകരണം. ശുദ്ധീകരണം. തീ ശുദ്ധീകരണത്തെ കാണിക്കുന്നതാണ്. അപ്പൊ ഇതിനോട് യെശയ്യാവ് 59:21 കൂടെ പറയാൻ പറ്റില്ലേ? പറയൂ, നോക്കട്ടെ നമുക്ക്. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകരുത്. അത് വളരെ വിട്ടുപോകയില്ല അല്ലേ? വിട്ടുപോകയില്ല. യെശയ്യാവ് എത്രയാ? യെശയ്യാവ് 59:21. ഓക്കെ. ഈ നിന്റെ മേലുള്ള എന്റെ ആത്മാവ്, അതൊരു വാഗ്ദത്തമാണ്. നിന്റെ മേലുള്ള എന്റെ ആത്മാവ് നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ മേൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആത്മാവും വചനങ്ങളും വിട്ടുപോകയില്ല. ഓക്കെ, അത് ഗുഡ്, നല്ലതാണ്. വിട്ടുപോകാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഏതായിരുന്നു? ഓക്കെ 23-29. ഇനിയും അപ്പൊ എങ്ങനെയാണ്? തീയാണ്. തീ, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. ഓക്കെ, ഇനിയും ശുദ്ധീകരിക്കുന്ന മറ്റൊരു മാർഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. യോഹന്നാൻ 15:3 എങ്ങനെ ശുദ്ധീകരണം വരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇപ്പോൾ കേട്ട വചനം നിമിത്തം ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. വായിച്ചോ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ
ശുദ്ധിയുള്ളവരാകുന്നു. അപ്പൊ മനസ്സിലാക്കണം, എന്നിൽ മതി. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കിഴവിക്കഥകളും കെട്ടുകഥകളും ഈ എന്താണ് ഈ അവരവരുടെ അത്ഭുത വീര്യ കൃത്യങ്ങളൊക്കെ പറയാതെ ശരിയായ വചന ശുശ്രൂഷ നടക്കുന്ന ഒരു വചനത്തിന് മുന്നിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചന ധ്യാനം, മെഡിറ്റേഷൻ, പേഴ്സണൽ ബൈബിൾ റീഡിംഗ് നിങ്ങളെ ശുദ്ധീകരിക്കും. റിയലി ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ റിയലി ശരിക്കും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. നല്ല നിലയിൽ വചനം ശുശ്രൂഷ 1-2 മണിക്കൂർ വചന ശുശ്രൂഷയുടെ മുന്നിലായിരുന്നാൽ നമ്മുടെ മുഖത്ത്, ആ മോശയുടെ മുഖത്തുണ്ടായ ത്വക്കിന് വെളിച്ചം വരുന്നത് നിങ്ങൾ കാണും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പരസ്പരം കഴിയുമ്പോൾ നോക്കിയാൽ ആ വ്യത്യാസം ഉണ്ടാവും. ശരിക്കും നമ്മളെ ശുദ്ധീകരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. അപ്പൊ യഹോവ നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവയാണ്. യഹോവ മെക്കഡേഷം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ആ ശുദ്ധീകരണം നടക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്, ദൈവവചനത്തിന്റെ കേൾവിയിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങൾ ദൈവവചനം കേൾക്കാനും പഠിക്കാനും ഉണ്ടാക്കി കൊടുക്കണം, ഒരു വിട്ടുവീഴ്ചയും കൂടാതെ. ഞാൻ പറഞ്ഞില്ലേ, ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ എന്ത് പ്രയോജനമാണ്? ദൈവാനുഗ്രഹമില്ലാതെ ഇന്ന് ലോകത്തിൽ എവിടെ പോയി ജീവിക്കാൻ പറ്റും? ശാസ്ത്രം കൊണ്ടോ സാങ്കേതിക വിദ്യ കൊണ്ടോ ആർക്ക് എവിടെ സുരക്ഷമായി ജീവിക്കാൻ പറ്റും? ഇനി ഞാൻ ഒരു സജഷൻ പറയാം. ഈ നമ്മുടെ കുഞ്ഞുങ്ങള് അവരുടെ ഏറ്റവും ആദ്യത്തെ, നിങ്ങളുടെ കൊച്ചിന്റെ ഏറ്റവും ആദ്യത്തെ ടീച്ചർ എവിടെയാണ്? ആരായിരുന്നു? ഓർക്കുന്നുണ്ടോ ആ ടീച്ചറുടെ പേര്? ഫസ്റ്റ് ടീച്ചർ. സൺഡേ സ്കൂളല്ല, സ്കൂളിലും എല്ലാം കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞത്. അമ്മ. ഇവിടെ ഒരാൾ അമ്മ എന്ന് പറയുന്നു. ആ, അമ്മ എന്ന് പറഞ്ഞതാണ് എന്റെ ഉത്തരം. അമ്മയാണ് ആദ്യത്തെ ടീച്ചർ, പിന്നെ അപ്പൻ, അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. രണ്ടാമതേ അപ്പം വരുന്നുള്ളോ? ഇനി അപ്പൻ ആദ്യം വരുവാണേലും നമ്മള് അവസരം കൊടുത്ത് അതിന്റെ കാരണം സിസ്റ്റർ, അച്ഛനോട് മോനെ ഇതാണ് നിന്റെ അച്ഛനെന്ന് ആദ്യം പറഞ്ഞത് അമ്മയാണ്. അമ്മ പറയുന്ന ആളാണ് അച്ഛൻ. ഇതാണ് മോനെ നിന്റെ അച്ഛനെന്ന് അച്ഛാന്ന് വിളിക്കുന്നതും പപ്പാന്ന് വിളിക്കുന്നതും ഒക്കെ അമ്മയാണ്. അതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആദ്യം അമ്മ എന്ന് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മേനെ തന്നെ ഏൽപ്പിക്കേണ്ട, അപ്പന് ഉത്തരവാദിത്വമുണ്ട്. ട്രെയിൻ യുവർ ചൈൽഡ് വെയർ ഹി ഷുഡ് ഗോ. പിന്നെ മറ്റൊന്ന്, ഈ മക്കളെ ഏറ്റവും അനുകരിക്കുന്നത് നോക്കിയാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. പിള്ളേര് ചിലപ്പം അമ്മമാരെ അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. മീൻസ് ലൈഫ് സ്റ്റൈൽ മീൻസ് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ വരും. പക്ഷെ അറ്റാച്ച്മെന്റ് ചിലപ്പം പപ്പമാരോടായിരിക്കും. ആൺപിള്ളേരുടെ വിശ്വാസം എന്ന് പറയുന്നത്, ശരിക്കും വിശ്വാസം അവർ ഫോളോ ചെയ്യുന്നത് അമ്മയുടേതാണ്. എന്നുവെച്ചാൽ അപ്പനും ഉണ്ട്, ബട്ട് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിന്റെ വല്യമ്മയിലും അമ്മയിലും ഞാൻ കണ്ട വിശ്വാസം യൂനിക്കയിലും തിമോത്തിയോസിനോട് പറയുകയാണ്. അപ്പം അമ്മ, നിന്റെ വല്യമ്മയിലും അമ്മയിലും കണ്ട വിശ്വാസം നിന്നിലും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മയും വല്യമ്മയും പൗലോസിന് ആത്മവിശ്വാസമുള്ള നല്ല നിലവാരം പുലർത്തുന്ന വിശ്വാസികളാണ്. അതുകൊണ്ട് ആ വിശ്വാസം നിന്നിലും ഉണ്ടാകും, ഉറപ്പാണ്. അമ്മമാരാണ് വിശ്വാസത്തിന്റെ വിത്ത് പിള്ളേരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്, അവരെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അവരെന്ത് പറഞ്ഞാലും കുഞ്ഞുങ്ങൾ വിശ്വസിക്കും. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സജഷൻ, സ്കൂൾ ടീച്ചേഴ്സിനുണ്ടല്ലോ, സ്കൂൾ ടീച്ചേഴ്സിനെ ഇപ്പൊ സ്കൂൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അവർക്ക് വലിയ കാര്യം. വീട്ടിലെ ഒരു ടീച്ചർ തെറ്റ് പറഞ്ഞാലും വീട്ടിൽ ചെന്ന് അമ്മ അച്ഛൻ പറയാം, മോനെ മോൾ അതല്ല, മോനെ ഇതല്ല, അത് തെറ്റാണ്, ഇത് ശരിയാണെന്ന് തന്നെ കുട്ടികളെ വിശ്വസിക്കൂല. സ്കൂളിന് ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു കൊടുത്തോ അതാണ് കുട്ടികൾക്ക് ഭേദവാദം. അല്ല, അതുവരെ ആരാണ് ടീച്ചർ? 5 വരെയാണ് അതിന്റെ വ്യത്യാസം വെച്ചാൽ ഓരോ ഏജിൽ വരുന്ന പ്രശ്നമാണ്. അത് നമ്മള് ഈ
1 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ അവരുടെ ബ്രെയിൻ എംപ്റ്റി ആണ്. 1 വയസ്സ് വരെ 1 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെ വെച്ചാൽ ജനനം തുടങ്ങി 7 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ സ്ക്രിപ്റ്റിംഗ് ഒന്നുമില്ല, എഴുതിയിട്ടില്ല. അതിനുള്ളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മുഴുവൻ തലച്ചോറിനകത്ത് സ്ക്രിപ്റ്റഡ് എന്ന് അതിന് പറയുന്നത്. സ്ക്രിപ്റ്റ് ആകുക. ഈ തിരക്കഥ എന്ന് പറയും. നാടകത്തിന് തിരക്കഥ എന്ത് പുറകിന്ന് പറഞ്ഞു കൊടുക്കുന്നു അത് തന്നെയാണ് ആക്ടർ പറയുന്നത്. ഇപ്പൊ സ്ക്രിപ്റ്റിംഗ് ആകുകയാണ്. 7 തുടങ്ങി 12 വരെ അവരുടെ ടീച്ചേഴ്സാണ് അവരെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. എന്ത് പറഞ്ഞാലും 12 തുടങ്ങി 19 വരെ അവരുടെ കൂട്ടുകാർ പറയുന്നതാണ് അവർക്ക് വേദപ്രമാണം. വേറെ ആര് പറഞ്ഞാൽ, ടീച്ചർ പറഞ്ഞാലും കേൾക്കില്ല, കൂട്ടുകാരനും കൂട്ടുകാരിയാണ് അവർ പരസ്പരം ഫോളോ ചെയ്യുന്നത്. അത് ഒരു ഘടനയാണ്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ, ആചാര്യ പാദമാദത്തതേ പാദം സംബ്രഹ്മചാരിപ്യ പാദം കാലക്രമേണേതു പാദം ശിക്ഷ സ്വമേധയാ എന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ടാണ് നമ്മൾ പേഴ്സണാലിറ്റിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പൂർണ്ണമാകുന്നതിന് 4 തലങ്ങളുണ്ട്, 4 മണ്ഡലങ്ങളുണ്ട്, 4 സമൂഹത്തിന്റെ 4 വിധത്തിലുള്ള ഇടപെടലുകൾ. അപ്പൊ അതിനകത്ത് കാലക്രമേണ കാലഘട്ടം സബ്രഹ്മചാരിപ്യ സുഹൃത്തുക്കളിൽ നിന്ന് അവർ സ്വീകരിക്കുന്നത്. അത് ഈ 10 വയസ്സ് തുടങ്ങി 10-12 വയസ്സ് തുടങ്ങി 19 വയസ്സ് വരെയാണ്. പിന്നെ നമ്മളൊന്നും പിടിച്ചാൽ കിട്ടില്ല. കൂട്ടുകാരന്റെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും അവരെടുക്കുന്നത്, കൂട്ടുകാരന്റെ ഡ്രസ്സിങ് ആയിരിക്കും, കൂട്ടുകാരത്തിയുടെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും. അമ്മയൊന്നും മുടി കെട്ടിക്കൊടുത്താൽ പിള്ളേർക്ക് പിടിക്കത്തില്ല. ഒരു 7-8 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടുകാരികളുടെ സ്റ്റൈലിൽ അവര് മാറ്റിക്കെട്ടും. അവർക്ക് ബോധിച്ചൊരു സ്റ്റൈലേക്ക് കിട്ടും. അപ്പൊ അതങ്ങനെയാണ്. പക്ഷെ ആദ്യത്തെ ആ നാളുകളിൽ അതാണ്. ഇനി ടീച്ചേഴ്സ് പറയുന്നത് പഠിപ്പിക്കുന്നതിനുള്ള ബന്ധത്തിൽ ആ പിള്ളേർ അതങ്ങനെ ഇരുന്നോട്ടെ, ടീച്ചേഴ്സ് എങ്കിലേ അവർ അംഗീകരിക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ സാരോപദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ അതിങ്ങനെ കിടക്കും. അന്നേരം അവനോട് അവർ പോസിറ്റീവായിട്ട് പ്രതികരിച്ചില്ലെങ്കിലും നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ മധ്യത്തിൽ അവർ ജീവിതത്തിൽ എത്തുമ്പോൾ അമ്മയുടെ ശബ്ദം അപ്പന്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങും. അവരത് തന്നെ ചെയ്യും. അപ്പനും അമ്മയും അവരെ വിട്ടുപോകുന്ന സമയത്ത് അവര് ഭയങ്കര ദുഃഖത്തിലായിരിക്കും. ഇനി എങ്ങനെ ജീവിക്കുന്ന അറിയത്തില്ലാതെ വരും. എന്നാൽ ജീവിതത്തിന്റെ സാഹചര്യം വരുമ്പോൾ അപ്പം പറഞ്ഞതും അമ്മ പറഞ്ഞതും വീണ്ടും അവരുടെ കാതുകളിൽ ഇങ്ങനെ ആയുഷ്കാലം മുഴുവനും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അത് അവരെ അന്ത്യം വരെ ഗൈഡ് ചെയ്യും. നോ ഡൗട്ട്. പറയൂ പ്ലീസ്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നത്. അത് ഞാൻ പാസ്റ്ററിനോട് ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചിന്തിക്കായിരുന്നു. അതായത് നമ്മുടെ ഒരു മീറ്റിങ്ങില് നമ്മുടെ ചർച്ചില് പാസ്റ്റർമാരുടെ കൂടെ വർക്ക് ചെയ്ത ഒരു അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് 2-3 പേരുണ്ട്. അതിലൊരാൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചപ്പോഴിങ്ങനെ പറഞ്ഞു, പിള്ളേരെ നോക്കിയാൽ അറിയാം സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ അത് എനിക്ക് ഞാൻ 7 വർഷമായിട്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതാ. പക്ഷെ അത് അങ്ങനെ അപ്പൊ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പലരോടും ഇങ്ങനെ ചോദിച്ചു, വേറെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട്. അത് പറഞ്ഞ് ശരിയാണ്, പിള്ളേർ ഇപ്പൊ ഇങ്ങനെ അനുസരണം ഇല്ലാതെ ഇങ്ങനെ നടന്നത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം 1-2 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. പക്ഷെ കൂടുതലും മാതാപിതാക്കളുമായിട്ടില്ല അവർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്. അതെ അതെ. അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹം ഒരു സൺഡേ സ്കൂൾ ടീച്ചർ ആയിരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സൺഡേ സ്കൂൾ ടീച്ചർ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ ധൈര്യം കിട്ടിയല്ല. സ്കൂൾ ടീച്ചർ അല്ല, ഇപ്പൊ ഒരു അസിസ്റ്റന്റ് പാസ്റ്റേഴ്സിന്റെ അതാണ്. ഞാൻ പറഞ്ഞ അദ്ദേഹം സൺഡേ സ്കൂൾ പഠിപ്പിച്ചിരുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ പറയാൻ സാധ്യത കുറവാന്നാ പറഞ്ഞു. ചിച്ചു ബ്രദർ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ്. പാരന്റ്സിന്റെ കയ്യിലാണ് ഈ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതിനകത്ത് ഞാന് ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഇറ്റ് ഈസ് വെരി ഈസി ടു ഗീവ് ആൻ എക്സാമ്പിൾ, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബി ആൻ എക്സാമ്പിൾ. നമുക്ക് ഓരോ ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ എവിടെന്നെങ്കിലൊക്കെ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു എക്സാമ്പിൾ ആയി തീരണമെങ്കിൽ ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഈ സൺഡേ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് കേട്ടോ. ഞാൻ ആദ്യം മാതൃ ചർച്ചിൽ നിൽക്കുമ്പം അവിടെ സൺഡേ സ്കൂളുണ്ട്. അപ്പൊ ഒരു കൊച്ചന് 1-2 ആഴ്ച വന്നില്ല. അവന് 7 വയസ്സാണുള്ളത്, 2ൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം പിന്നത്തെ സൺഡേ അവൻ വന്നപ്പം സൺഡേ സ്കൂളിന് വരാതെ സൺഡേ സ്കൂൾ കഴിഞ്ഞപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഒക്കെ വന്നപ്പം പാസ്റ്റർ പറഞ്ഞു, എന്റെ സീനിയർ പാസ്റ്റർ പറഞ്ഞു, മോനെ എന്താ മോൻ സൺഡേ സ്കൂളിൽ എന്താ പറഞ്ഞാൽ 2 ആഴ്ചക്ക് മോന് വന്നില്ലല്ലോ, ഇനി സൺഡേ സ്കൂളിൽ വന്നില്ലെങ്കിൽ പാസ്റ്റർ പ്രശ്നം അടി തരൂ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പാസ്റ്റർ ജീവിതത്തിൽ അടിക്കുകയെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അടിക്കുകയല്ല, നമുക്കറിയാലോ അടിച്ചാലത്തെ സ്ഥിതി. പാസ്റ്റർ അത് പറഞ്ഞേ ഉള്ളൂ.
ഈ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ രണ്ടി പഠിക്കുന്ന കൊച്ചു പറയാണ്, ഡാഡി എഴുന്നേക്ക് വാ, നമുക്ക് വേറെ സഭയുണ്ടോ എന്ന് നോക്കാമെന്ന്. ഈ കൊച്ചു പറയുക. അതാണ് കാലം. അതുകൊണ്ട് സൺഡേ സ്കൂൾ ടീച്ചറെ നോക്കിയാൽ, കൊച്ചിനെ നോക്കിയാൽ സൺഡേ സ്കൂൾ എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന് പറയുന്നത് ഒരു വാസ്തവമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ പറയത്തില്ല. ഓക്കെ, പിന്നെ എന്താണ് ഈ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കത് പറ്റത്തില്ല. പക്ഷെ പൗലോസ് തിമോത്തിയോസിനോടൊക്കെ പറയാം, നിങ്ങൾ എന്നെ അനുകരിക്കുക, ഞാൻ നടന്നതുപോലെ. നമ്മുടെ ശിഷ്യന്മാര് ആരാണ് എന്ന് അവര് ഫോളോ ചെയ്യുന്നപ്പോഴും നമ്മളായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ശിഷ്യന്മാരുടെ ക്വാളിറ്റി യിലൂടെയാണ് നമ്മളുടെ ക്വാളിറ്റി അറിയുന്നത് എന്നൊരു ചിന്തയും പ്രമാണവും അങ്ങനെ പറയാറുണ്ട്. സൺഡേ സ്കൂൾ പിള്ളേരെ നോക്കിയാന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ പോകണമെന്ന് പാരന്റ്സിന് വളരെ താല്പര്യമുള്ള ഒരു ചുരുക്കം പേരേ ഉള്ളൂ. സൺഡേ സ്കൂൾ വരാത്തതിന്റെ ഒരു ആക്ഷൻ എടുത്ത കണ്ടില്ലേ, ഈ കൊച്ചു പറഞ്ഞപ്പം അപ്പൻ അവനെ ശാസിച്ചില്ല. വേറെ സഭയുണ്ടോ നോക്കാന്ന കൊച്ചു പറഞ്ഞപ്പോ ആ വാക്ക് ആ കൊച്ചു കണ്ടുപിടിച്ച പദമല്ലെന്നുള്ള ഉറപ്പാണ്. ആ കൊച്ചു ഇതിനു മുമ്പ് ആ പദം എവിടേക്കോ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും കൊച്ചൊരു കുട്ടി അങ്ങനെ ഒരു പദം പറയില്ല. ഓക്കെ, അതിനകത്ത് കാര്യമില്ല ചുറ്റുപരെ, ആ പറഞ്ഞതിനകത്ത് അർത്ഥവുമില്ല. കാരണം നമുക്ക് 1 മണിക്കൂറാണ് കിട്ടുന്നത്. 2 മണിക്കൂറൊക്കെ കിട്ടുമോ, എവിടെ കിട്ടുന്നത് എനിക്കറിയില്ല. സാറിന് 1 മണിക്കൂർ മാക്സിമം 1.5 മണിക്കൂറൊക്കെയാണ്. പാരന്റ്സ്, ഞാൻ പറഞ്ഞു വന്ന കാര്യം പിന്നെയും വിട്ടുപോവാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന സജഷൻ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പാട്ടുപാടി എല്ലാവരും ബൈബിളൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കും, ബൈബിൾ ക്ലാസ് എടുക്കും. ഞാൻ ക്രമമായി വായിച്ചു വരുന്ന ഇപ്പോൾ സങ്കീർത്തനം 1-ാം അധ്യായം തുടങ്ങി പഠിപ്പിക്കും. 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരോടുള്ള ബന്ധത്തിൽ അവർക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള വാക്യങ്ങൾ എടുത്ത് 2 വാക്യം അവരെ കൊണ്ട് പറയിക്കും, 3 പ്രാവശ്യം പറയിക്കും. അത് അവരുടെ ഡയറിയിൽ അവർ അന്ന് എഴുതണം. പിറ്റേ ദിവസം ആ വാക്യം അവർ കാണാതെ പറയണം. ഞാൻ പിറ്റേ ദിവസം വേറെ വചനം പഠിപ്പിക്കും, എന്നിട്ട് ആ വചനത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് മിനിറ്റുകളെ എടുക്കുന്നുള്ളൂ. പക്ഷെ ആ 3 പ്രാവശ്യം അവർക്ക് ഞാൻ പറയും, 3 പ്രാവശ്യം അവരും പറയണം. അത് എന്നിട്ട് അവർ ഡയറിയിൽ എഴുതണം. പിറ്റേ ദിവസം അത് കാണാതെ പറയണം. അപ്പൊ അങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഇന്ന് രാവിലെയും അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനയിൽ അത് ചെയ്യും. ഞാൻ കേസ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ വൈഫ് അത് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പൊ എനിക്ക് ഞാൻ നോട്ടൊക്കെ എഴുതുമ്പോൾ ഏതെങ്കിലും ഡൗട്ട് വന്നാൽ പിള്ളേരോട് ചോദിച്ചാൽ മതി, അവർ രണ്ടുപേരും അന്നേരം എടുത്തു തരും. മിനിറ്റുകൾക്കുള്ളിൽ ജോയില് ഏത് ഭാഗം ചോദിച്ചാലും ഇന്നത് എവിടെയാന്ന് ചോദിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ എടുത്തു തരും. ജോനാനും എടുത്തു തരും. സോ എനിക്ക് വലിയൊരു ഹെൽപ്പാണ്. പിന്നെ ചിലപ്പോൾ തെറ്റിയൊക്കെ പോയാൽ കറക്റ്റ് ചെയ്ത് തരും. അപ്പൊ അതല്ല, ആ വാക്യം ഇതാണെന്ന് എനിക്ക് രണ്ടുപേരും ഇടയ്ക്ക് റെഫറൻസ് ഒക്കെ മാറിപ്പോയാൽ പറയാറുണ്ട്. ഇനി എനിക്ക് അതിനകത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നതിനകത്ത് എനിക്കുള്ള ഒരു സന്തോഷം, ഞാൻ ഇത് ഈ അവസരം ആയതുകൊണ്ട് പറയുകയാണ്. എൻ്റെ പിള്ളേരെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം, അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പഠിപ്പിച്ച ഒരു യൂത്ത് ലീഡറാണ്. അപ്പം ആ കുട്ടിക്ക് മോക്കൊരു സംശയം തോന്നി. അവളൊരു യൂത്ത് ലീഡറാണ്, ഒത്തിരി പിള്ളേർ അവള് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവളോട് ചോദിച്ചൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ അത് സ്റ്റഡി ചെയ്ത് സെർച്ച് ചെയ്ത് അതിനൊരു ആൻസർ അവൾക്ക് കൊടുത്തു. ഓക്കെ, ഈ ചോദ്യം ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചു. ഞാൻ ഇടയ്ക്ക് പിള്ളേർക്ക് ബൈബിൾ ക്വിസ് നടത്തും. അവർക്ക് 3 പേർക്ക് ബൈബിൾ ക്വിസ് നടത്തിയിട്ട് ഇവന്മാർക്ക് സമ്മാനവും കൊടുക്കും. നിങ്ങൾക്കും ആകാം വചനേശ്വരം എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞാൽ അതിന് അങ്ങനെ 100 രൂപ 200 രൂപ 500 രൂപ ഒക്കെ അവർക്ക് സമ്മാനം ക്യാഷ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ശിംശോന്റെ മരണം ആത്മഹത്യയാണോ, ആക്സിഡന്റ് ആണോ, നാച്ചുറൽ ഡെത്ത് ആണോ, ഒരു ഗോഡ്സ് അപ്രൂവ്ഡ് ഡെത്ത് ആണോ? ദൈവഹിതപ്രകാരമുള്ള മരണമാണോ, ആത്മഹത്യയാണോ, ആക്സിഡന്റ് ആയിട്ട് മരിച്ചാണോ, കെട്ടിടം പിടിഞ്ഞു വീണ്, അതോ ഉദ്ദേശിക്കുന്ന ആക്സിഡന്റ്? ഏതാണ് ശിംശോന്റെ മരണം? ഞാൻ 501 രൂപ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഞാൻ 1001 ആദ്യം വിചാരിച്ചത്, ആരും പറയല്ലെന്ന് ഓർത്ത് 1001 പ്രഖ്യാപിച്ചത്. പക്ഷെ ഞാൻ പിന്നെ 501 ആക്കാം, ഉമാർക്ക് വായിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ 501 രൂപ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു, സമയം കൊടുത്തു. ഈ ചോദ്യം ഞാൻ അനേക പാസ്റ്റർമാരോട് ചോദിച്ചിട്ടുണ്ട്. ഈ ലോകം അറിയപ്പെടുന്ന കൺവെൻഷൻ ബ്രാസിംഗ് ആയിട്ടുള്ള ചിലരോട് ചോദിച്ചിട്ടുണ്ട്. ചോദ്യമായിട്ടല്ല ചോദിക്കുന്നത്, സോ ജസ്റ്റ്. അപ്പൊ ഇവരൊന്നും ഉത്തരം പറഞ്ഞില്ല. പക്ഷെ ജോനാഥൻ അതിന് കറക്റ്റ് ആൻസർ വിത്ത് എവിഡൻസോട് കൂടി റെഫറൻസോട് കൂടി കൊണ്ടുതന്ന് തെളിയിച്ച് അതിന്റെ ഉത്തരം പറഞ്ഞു. ഞാൻ 501 രൂപ ക്യാഷ് അവാർഡ് കൊടുത്തു. അതുകൊണ്ട് അവനൊരു വാച്ച് മേടിച്ചു. അങ്ങനെയൊക്കെ ഞാൻ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കൊടുക്കത്തു. വാച്ച് വേണമെന്ന് ആഗ്രഹം പറഞ്ഞു, പക്ഷെ ചുമ്മാതെ കൊടുക്കുമ്പോൾ അതിനൊരു വിലയും. സോ 501 രൂപ ക്യാഷ് കൊടുത്തു, അതുകൊണ്ട് വാച്ച് മേടിച്ച് കിട്ടിയിട്ടുണ്ട്. സോ
ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവസരം തരുന്നു. വാട്സപ്പിൽ എനിക്ക് പേഴ്സണൽ ആൻസർ കറക്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് സമ്മാനം തരാം. ഞാൻ പണ്ട് ഐഡാറ്റി പഠിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, പുതിയ ആൾക്കാർ സ്ലീബ ബ്രദർ അല്ലെ ടീച്ചർ, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ. ചോബിൻ, സീന അല്ലെങ്കിൽ നൈസി, ഇങ്ങനെയുള്ള പുതിയ ആൾക്കാർക്ക്. പഴയ ആൾക്കാർക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്കെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാം. നാളെ സമയം വരെ, നാളെ 24 മണിക്കൂർ സമയം തരുന്നുണ്ട്. അത്രയൊന്നും വേണ്ട. കൃത്യ ആൻസർ വിത്ത് റെഫറൻസ് തന്നാൽ നിങ്ങൾക്ക് സമ്മാനം തരും. ഓക്കെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇവൻ ആൻസർ ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് എവിടെ നിന്ന് ഇത് കിട്ടി? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഉത്തരവാണ്, അതെ ഇന്നലെ ഞാൻ വായിച്ച ഭാഗത്തുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പഴയ നിയമം പുതിയ നിയമം എല്ലാം കൂടെ ഇന്നലെ ഞാൻ വായിച്ചപ്പോ ഞാൻ അത് എഴുതിയതാന്നു. അവൻ ക്യാഷ് അവാർഡ് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ വചനം പഠിപ്പിക്കും, പിള്ളേർ സൺഡേ ക്ലാസ് എടുക്കുക, നിങ്ങൾക്ക് അത് ചെയ്യാലോ. സൺഡേ സ്കൂൾ ടീച്ചറെ വിട. ദൈവത്തെ ഓർത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വസിക്കുന്ന ലോകം നമ്മൾ ജീവിച്ച ലോകമല്ല. അവരുടെ വിരൽത്തുമ്പിൽ ലോകം മുഴുവൻ കിട്ടുന്ന ലോകത്തിലാണ് അവർ. എങ്ങനെയാണ് ഒരു കുഞ്ഞ് നന്നായി നടക്കുക? എങ്ങനെയാണ് ഒരു കുഞ്ഞ് ദൈവത്തെ ഭയപ്പെടുന്നത്? 119 സങ്കീർത്തനം 11 വാക്യം എഴുതുക, ഒരാൾ വായിക്കുക. സാംസ് 119 വേഴ്സ് 11. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട്, ദൈവമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതുകൊണ്ട് എത്രത്തോളം മക്കളെ വചനം പഠിപ്പിക്കാമോ, വചനം വായിക്കാൻ പ്രേരിപ്പിക്കാമോ, നിങ്ങളത് ചെയ്യണം ദയവായി. പേഴ്സണൽ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ ഐഡാൽറ്റിൽ തയ്യാറാക്കിയിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പേഴ്സണൽ ഡയറി ഉണ്ട്. നിങ്ങളത് യൂസ് ചെയ്യുന്ന പലരുണ്ട്. ജോണി പാസ്റ്റർ കുടുംബമായിട്ട് അത് ചെയ്യുന്നു. സോ ഹാപ്പിയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. ടിറ്റി ബ്രദർ പിന്നെ കുറച്ച് പേരൊക്കെ അധികം മേടിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മോർ ദാൻ ഒത്തിരി 1000-ലധികം ആൾക്കാർ അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ബൈബിൾ വായിച്ച് എഴുതുന്ന പല പിള്ളേരുണ്ട്. എനിക്ക് വാട്സപ്പിൽ അയച്ചു തരും. ഞാനത് നോക്കിയിട്ട് അവർക്ക് തിരിച്ച് മാർക്കിട്ട് കൊടുക്കും. ബുക്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. നാട്ടിൽ വരുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എവിടെയാണേലും ഞാൻ എത്തിച്ചേരും. കേരളത്തിൽ എവിടെയാണേലും ബുക്ക് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അനേകരിൽ അത് ജോയിൻ ചെയ്യിക്കുക. ഓക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പോകുന്നുണ്ട്, ഞാൻ കൊടുത്തു വിടാം. നിങ്ങൾ പറഞ്ഞാൽ മതി. ഏത് വിധത്തിൽ അത് ചെയ്യണം. അത് വലിയൊരു സമാധാനമാണ്. ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. കാരണം പാപം എന്ന് പറയുന്നത് പവർ, അതിനൊരു ശക്തിയുണ്ട്. പൗലോസ് പറഞ്ഞതാണ്, അരിഷ്ട മനുഷ്യൻ എന്നെ ഈ ഇതിൽ നിന്ന് വിടുവിക്കും? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്തു പോകുന്നത്. അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. വി ആർ സ്റ്റിൽ ഇൻ സിൻഫുൾ നേച്ചർ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്നത് ശരിയാണെങ്കിലും നമ്മൾ വസിക്കുന്ന ഈ ശരീരം ഇപ്പോഴും പാപ സ്വഭാവ പ്രകൃതമുള്ള ബോഡിയിലാണ് നമ്മൾ ഇപ്പോഴും. സോ പാപം ചെയ്യാതിരിക്കുവാൻ എൻ്റെ വ്യക്തിപരമായ, നിങ്ങളുടെ വ്യക്തിപരമായ, കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ തീരുമാനത്തിന് എപ്പോഴും അതിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരും. പാപം ചെയ്യാതിരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഓക്കെ. ഈ പാപം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? പാപം സംഭവിക്കുന്നത് 3 ഘടകങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ചാൽ മാത്രമേ പാപം സംഭവിക്കത്തുള്ളൂ. പെട്ടെന്നൊന്നും കയറി പാപം ഒന്നും സംഭവിക്കത്തില്ല. 3 കാര്യങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കണം. ഒന്ന്, സാഹചര്യം. സാഹചര്യമാണ് പാപത്തിലേക്ക് അനേകരെ നയിക്കുന്നത്. സാഹചര്യം ഇല്ലെങ്കിൽ ആ പാപം സംഭവിക്കത്തില്ല. പക്ഷെ നാളെ മറ്റൊന്ന് സംഭവിക്കില്ലയോ എന്ന് അറിയത്തില്ല. സാഹചര്യം കിട്ടാത്തത് കൊണ്ട് ഒരുവൻ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ദൈവം നന്മ തിന്മകളുടെ വൃക്ഷങ്ങളുടെ നടുവിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം സാഹചര്യത്താൽ പാപം ചെയ്ത വ്യക്തിയായിരുന്നു ദാവീദ്. അന്ന് ആ പ്രത്യേക സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും ദാവീദ് അത് ചെയ്യുകയില്ല. ദാവീദ് പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടി അങ്ങനെ ഒരു പാപമേ അല്ല, ആക്സിഡന്റലി സംഭവിച്ചു പോയതാണ്.
സോ പല വ്യക്തികളുടെയും പ്രശ്നം, നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി, നമ്മളുടെ ഓരോരുത്തരുടെയും പ്രകൃതങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല. എനിക്ക് അറിയാം, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയുകയാണ്. അതിന് സ്റ്റഡിയുടെ ആവശ്യമില്ല. നമ്മുടെയൊക്കെ മനസ്സ് ചിന്തിച്ചാൽ നമുക്കറിയാം വ്യത്യസ്തമാണ് ഓരോരുത്തരും ഓരോ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ. അപ്പം സാഹചര്യത്തിൽ മാത്രം പാപം സംഭവിച്ചു വന്ന അനേക വ്യക്തികളുണ്ട്. എന്നാൽ ചില വ്യക്തികൾ സാഹചര്യത്തെ അതിജീവിക്കുവാൻ കഴിവുള്ളവരാണ്. സാഹചര്യത്തെ അതിജീവിച്ചു വരുന്നവരുടെ മേൽ രണ്ടാമത് ശത്രു കൊണ്ടുവരുന്ന ആയുധമാണ് സമ്മർദ്ദം. അവരെ സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളതാണ്, ഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള പ്രലോഭനം, അതാണ് പ്രലോഭനം. ഈ പ്രലോഭനം തരുന്നത് ഒരിക്കലും ദൈവം ആരെയും പ്രലോഭിപ്പിക്കത്തില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ദൈവം എന്താണ് പരിശോധിക്കുക നമ്മൾ എഴുതിയിട്ടുള്ളത്. ഞാൻ നിന്നെ പരിശോധിക്കും അല്ലെങ്കിൽ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിക്കുക എന്നല്ല അർത്ഥം. ഗോഡ് എക്സാമിൻ, ദൈവം നമ്മളെ പരിശോധിക്കുകയുള്ളൂ, ഒരിക്കലും പ്രലോഭിപ്പിക്കത്തില്ല. ഗോഡ് വിൽ നോട്ട് ടെംപ്റ്റ്, നമ്മളെ ടെംപ്റ്റേഷൻ തരത്തില്ല. പക്ഷെ ടെംപ്റ്റേഷൻ പിശാച് കൊണ്ടുവരും, സമ്മർദ്ദമാണ്. തോട്ടത്തിലെ വൃക്ഷത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നറിയാം. ഈ വൃക്ഷം പലപ്പോഴും ആദം കണ്ടിട്ടുണ്ട്, ഹവ്വയും കണ്ടിട്ടുണ്ട്, അവർക്കതൊരു പ്രശ്നമേ അല്ല. പക്ഷേ അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നുള്ള നിരന്തരമായ സമ്മർദ്ദത്തിന് മുന്നിൽ ഹവ്വ പരീക്ഷണത്തിന് തയ്യാറായി പരാജയപ്പെട്ടു. അതാണ്. സോ പല വ്യക്തികളും പാപം ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമുള്ള ഒത്തിരി വ്യക്തി, പ്രത്യേകിച്ച് ഞാൻ വർഷങ്ങളായിട്ട് യൂത്ത് കൗൺസിലറാണ്, ഫാമിലി കൗൺസിലറാണ്. യൂത്തിന് ഞാൻ ഒരുപാട് സെമിനാറുകൾ ദൈവത്തിന്റെ കരുണ നിമിത്തം ദൈവം കൃപ നൽകി ചെയ്തിട്ടുണ്ട്. ഒത്തിരി കുട്ടികളെ ഞാൻ അവരെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അതിലൊരു സന്തോഷമാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നതിൽ, കൗൺസിലിങ്ങിലൂടെയും ക്ലാസ്സുകളിലൂടെയും. അപ്പൊ പല കുട്ടികളും നമ്മൾ വിചാരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എല്ലാം പാപികളൊന്നും അല്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ഞാൻ വിചാരിക്കുന്നത് ഈ തലമുറയുടെ കയ്യിലുള്ള ഇന്നത്തെ ടെക്നോളജി കഴിഞ്ഞ തലമുറയുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ലോകം ഇതിനേക്കാൾ കൂടുതൽ വഷളാകുമായിരുന്നു. നോ ഡൗട്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ എനിക്കറിയാം. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ സമ്മർദ്ദത്തിൽ അകപ്പെട്ടു പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് കോളേജിലെ സ്കൂളിലെ കാര്യങ്ങൾ സമ്മർദ്ദത്തിൽ അകപ്പെട്ട് പ്രണയം, ഈ പ്രണയത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രേമിക്കാൻ പോയില്ലേ പോലും അത് അവിടുത്തെ അതിനകത്തുള്ള സ്കൂളിലും കോളേജുകളിലുമുള്ള നടക്കുന്ന ഇതിന്റെ പിന്നിലെ ഒരു വലിയ ഒരു സംഘമാണ്. അതൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോ നമ്മള് പിള്ളേരെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പ്രത്യേകിച്ച് നമ്മൾ കരുതുക, നമ്മൾ സ്നേഹിക്കുക. അപ്പൊ സമ്മർദ്ദത്തിൽ പെട്ട് പോയേക്കുന്നതാണ് അധികം പേരും. എന്നാലും പാപം സംഭവിക്കത്തില്ല എല്ലാവരിലും. മൂന്നാമത്തെ ഘടകമാണ് സമ്മതം. അപ്പൊ സാഹചര്യവും സമ്മതവും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ മാത്രമേ പാപം സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പാപം സംഭവിച്ചാൽ നോ എക്സ്ക്യൂസ്, അതിൻ്റെതായ ഒരു ശിക്ഷയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് ഈ എന്താണ് ദൈവം ചോദിച്ചു, ആദം ഇതൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആ എക്സ്ക്യൂസ് കൊണ്ടൊന്നും വിലപ്പോയില്ല. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞു, നീ തിന്നോ എന്ന് മാത്രമാണ് ചോദ്യം. അതുകൊണ്ട് ഇവിടെ ഇത് മൂന്നും കൂടെ സമ്മേളിക്കുക. ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ തരാം. നിങ്ങൾ തിയോളജി പഠിക്കുമ്പം ഈ എന്തെങ്കിലും തിയോളജിയുടെ ഈ മെക്കഡേഷം എന്ന പേര് പറയുന്നതിലൊന്നും കാര്യമില്ല. ദൈവദാസം വരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാര്യങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് മനസ്സിലാകണം. നമുക്കറിയാലോ, സാദിമാത്ത സാറ് പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ ഇൻഫർമേഷൻ. ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരുന്നതിന് അല്ല അർത്ഥം ഇരിക്കുന്നത്. വി ഷുഡ് ട്രാൻസ്ഫർമേഷൻ, നമ്മളിൽ രൂപാന്തരം സംഭവിക്കണം. ദൈവവചന പഠനത്തിലൂടെ നമ്മളിൽ രൂപാന്തരം വരണം, നമ്മുടെ കുട്ടികളിൽ രൂപാന്തരം വരണം, നമ്മുടെ സഭയിൽ രൂപാന്തരം വരണം. നിങ്ങളെ ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ചർച്ചിലുള്ള വ്യക്തികൾ നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ രൂപാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. സോ ഞാൻ ഇതിനെ മൂന്നിനെ അതിജീവിച്ച വ്യക്തിയാണ് ജോസഫ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം നിങ്ങൾ ഒരാളൊന്ന് എടുത്തേ. 7 തുടങ്ങിയുള്ള വാക്യം താഴോട്ട് വായിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ അവിടെ? ഇത് വായിച്ചിട്ട് ചോദിക്കാം, ഒരു മിനിറ്റ്. 39-ന്റെ 7 തുടങ്ങി. ഉൽപ്പത്തി കേട്ടോ.
യോസഫ് യോ- സുമുഖനും ആ. സുന്ദരനുമായിരുന്നത് കൊണ്ട് ഉം. യജമാനന്റെ ഭാര്യ യോസഫിന് മേൽ കണ്ണുവെച്ചു. അവൾ അവനോട് പറഞ്ഞു, എന്നോട് കൂടെ ശയിക്കുക. ആ. അവൻ അതിന് സമ്മതിക്കാതെ ആ. യജമാനൻ ഓ, വായന ക്ലിയർ ആകുന്നില്ല. ഇടയിൽ ആരൊക്കെയോ സംസാരിക്കുന്നു. ആ, നിങ്ങൾ മിണ്ടാതിരുന്നേ. ഇവിടെ 2 സീനിയർ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. പേര് പറയത്തില്ല, വേണേ തൊട്ട് കാണിക്കാം. വായിച്ചോട്ടെ. വായിച്ചോ. യോസഫ് സുമുഖനും സുന്ദരനുമായിരുന്നത് കൊണ്ട് യജമാനന്റെ ഭാര്യ സുമുഖനും സുന്ദരനും ആയിരുന്നത് കൊണ്ട് യജമാനന്റെ ഭാര്യയുടെ കണ്ണവന്റെ മേൽ പതിച്ചു. ഓക്കെ, പറയുന്നത് എന്നോട് കൂടെ ശയിക്കുക. അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട് പറഞ്ഞു, ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നിനെ കുറിച്ചും എന്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യ ആയതിനാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് നിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? അവൾ ദിനം പ്രതി യോസഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിക്കുവാനോ അവളുടെ അരികെ ഇരിക്കുവാനോ അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം അവൻ തന്റെ കർത്തവ്യ നിർവഹണത്തിനായി വീട്ടിനകത്തേക്ക് ചെന്നു. വീട്ടുകാർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവന്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് കൂടെ ശയിക്കുക. എന്നാൽ അവൻ തന്റെ മേലങ്കി അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. ഓക്കെ, ഇതാണ് വിഷയം. ഇവിടെ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നു. സാഹചര്യമുണ്ട്, ആ വീട്ടിൽ മറ്റാരും ഇല്ല, താൻ പൂർണ്ണ അധികാരിയാണ്. ഇനി സമ്മർദ്ദം, കഠിനമായ സമ്മർദ്ദം, 1 2 പ്രാവശ്യമല്ല, ഇതിനു മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവൾ വളരെ കർക്കശമായി, ഏറ്റവും കൂടിയൊരു സമ്മർദ്ദം അവിടെ ഉണ്ടായി ജോസഫിന്. പക്ഷെ അവൻ സമ്മതിക്കാതെ, സമ്മതം കൊടുക്കാതെ അവൻ ആ മേലങ്കി ഉപേക്ഷിച്ച് അവൻ ഓടിപ്പോയി. അതുകൊണ്ട് പറയുന്ന, മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക. ഇനിയും നോക്കണം, ഈ ജോസഫിനെ കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണ ഈ പോത്തിഫറിന്റെ മരണം വരെ മാറിപ്പോയിട്ടില്ല. ജോസഫ് ആരോടും തന്റെ സത്യസന്ധത വെളിപ്പെടുത്താനും പോയിട്ടില്ല. പക്ഷെ യജമാനന്റെ ഭാര്യ തെളിവ് അവിടെ വെച്ചു. ഉണ്ടോ? ആ പുതപ്പ് അവന്റെ ജോസഫിന്റെ മേലങ്കി അവിടെ വെച്ചു. എന്തിനാ തെളിവ് വെക്കുന്നതെന്നറിയോ? അതൊരു മുൻകൂർ ജാമ്യമാണ്. സത്യമില്ലാത്തവരായിരിക്കും കൂടുതൽ തന്റെ സത്യം തെളിയിക്കാൻ ബന്ധപ്പെടേണ്ടി വരുന്നത്. സത്യമാണ്, ജോസഫിന്റെ ഭാഗത്ത് സത്യമാണ്. അതിന്റെ റിസൾട്ട് എന്താണ്? താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യഹോവ ജോസഫിനോട് കൂടെ കാരാഗ്രഹത്തിലും ഉണ്ടായിരുന്നു. യജമാനൻ അവനെ കാരാഗ്രഹത്തിൽ അടച്ചു, പക്ഷെ യഹോവ കാരാഗ്രഹത്തിലുണ്ടായിരുന്നു. ആര് തെറ്റിദ്ധരിച്ചാലും, ആര് കുറ്റപ്പെടുത്തിയാലും, ആര് നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത അപവാദം പറഞ്ഞാലും ലീഡേഴ്സ് ശ്രദ്ധിച്ചോണം, നിങ്ങളോടുകൂടെ യഹോവ, നിങ്ങളെ അതിന്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടച്ചാലും യഹോവ നിങ്ങളോടുകൂടെ കാരാഗ്രഹത്തിൽ ഉണ്ടാവും, അവിടുന്ന് പുറത്തിറക്കും. പിന്നെ ഈ ജോസഫിന്റെ ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ജോസഫിന് ഇഷ്ടമുള്ളവരെ ബന്ധിച്ചോളാനും ജയിലിൽ അടയ്ക്കാൻ വരെ അനുവാദം കിട്ടിയിട്ടും ഈ പോത്തിഫറിന് ഭാര്യയ്ക്കെതിരെ ഒരു ആക്ഷനും എടുത്തില്ല. പ്രതികാരമില്ലായിരുന്നു. പ്രതികാരം നീ ചെയ്യരുത്, യഹോവയെ കാത്തിരിക്കുക. ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മള് ഇത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് 3 ഘടകങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ചാൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന, പ്രത്യേകിച്ച് ഈ ജോസഫിനെ അതിൽ നിന്ന് വിടുവിച്ച ദൈവഭയമാണ്. അതുകൊണ്ടാണ് നമ്മൾ തലമുറകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വചന ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അപ്പം യഹോവയോട് പാപം ചെയ്യുന്നു എന്നുള്ള ചിന്തയാണ്, ആ വചനമാണ്. വചനത്തിന് there is a power, അറിയാലോ, വചനത്തിന് ശക്തിയുണ്ട്. ആ വചനത്തിന്റെ ശക്തി ഈ പാപത്തിന്റെ ശക്തിയേക്കാൾ വലുതാണ്. അത് നമ്മളെ അതിൽ നിന്ന് വിടുവിക്കും. ദാറ്റ്സ് ഓൾ. അപ്പൊ ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവ. ഇനി ദാനിയേല്, നമുക്കറിയാം ദാനിയേൽ 1:8 പറയുന്നത്, രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അതാ രാജകൽപ്പനയാണ്, വീഞ്ഞു കുടിക്കണം, മദ്യം കുടിക്കണം, രാജാവിന്റെ അല്ലേ, കൊന്നു. പക്ഷേ ദാനിയേൽ ഷണ്ഡാധിപനോട് ചോദിച്ചു, അപേക്ഷിച്ചു, ദൈവം കൃപ ചെയ്തു. 10 ദിവസം പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. സോ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ആ പ്രമാണം
പ്രമാണത്തോടുള്ള അവരുടെ പ്രതിബദ്ധത നോക്കണം. വ്യക്തിപരമായ ഹൃദയത്തിൽ തീരുമാനമുള്ള ഒരു വ്യക്തി ലോകത്തിൽ എവിടെ പോയാലും അവർ സുരക്ഷിതമായിരിക്കും, അവർ ദൈവകൃപയിൽ നിൽക്കും. അതിന് ഹൃദയത്തിന്റെ ഉള്ളിൽ തീരുമാനം വേണം. അതിപ്പോഴേ പറഞ്ഞു കൊടുത്തത്, അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് സാഹചര്യമാണെന്ന് ഒരിക്കലും പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ശുദ്ധീകരണത്തിലേക്ക് വരിക. ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനത്തിൽ നിറഞ്ഞ് നമ്മുടെ ഹൃദയം അങ്ങ് നിറയട്ടെ കേട്ടോ. വചന ഹൃദയത്തിൽ നിറയട്ടെ, നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുകയാണ് കേട്ടോ. യഹോവ മക്കടേശം, ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവം. 9, ഇത് 9 അല്ലേ? 10ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. അത് 11. ഓക്കെ, യാഹ്വേ സെബായോത്ത്, 11ാമത്തെ പോയിന്റ്. ദൈവത്തിന്റെ സംഘടിത നാമങ്ങൾ, ആട്രിബ്യൂട്ട്സ് ഓഫ് വിശേഷ ലക്ഷണങ്ങളിൽ യാഹ്വേ എന്നതിനോട് ചേർന്ന് വരുന്ന പേരാണ്. യാഹ്വേ സെബായോത്ത്, സെബായോത്ത്, സെബായോത്ത് ഹീബ്രു പേരാണ് കേട്ടോ. മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഹീബ്രുവിൽ എഴുതാം. ഓക്കെ, യുദ്ധവീരനായ ദൈവം, അതാണ് അർത്ഥം. എഴുതിക്കണം, നോട്ട് എഴുതുക. സൈന്യങ്ങളുടെ യഹോവ അല്ലെങ്കിൽ യുദ്ധവീരനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നൊന്ന് എഴുതുക. യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവ യുദ്ധവീരനാകുന്നു. സങ്കീർത്തനം 24:7 തുടങ്ങി 10 വരെ ഒരു റെഫറൻസ്. ബൈബിളിലെ 281 പ്രാവശ്യം ഈ പേര് പറഞ്ഞിട്ടുണ്ട്. യഹോവ യുദ്ധവീരനാകുന്നു, യുദ്ധവീരനായ യഹോവ, സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനൊരു വലിയ സൈന്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ആ ഒരു റെഫറൻസ് വായിച്ചു. മഹത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്ന മഹത്വത്തിന്റെ രാജാവ്. സൈന്യങ്ങളുടെ യഹോവ തന്നെയാണ്, സൈന്യങ്ങളുടെ യഹോവ. റെഫറൻസ് ഒന്നുകൂടെ 1 സെക്കൻഡ്. ഓക്കെ, സങ്കീർത്തനം 24:7 തുടങ്ങി 10 വരെ. എന്നോട് ഒരാൾ ഒരു ഡൗട്ട് ചോദിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഞാൻ അത് ആ റെഫറൻസ് വായിച്ചിട്ട് വായിക്കാന്ന് പറഞ്ഞു. ആരായിരുന്നു അത്? പറയൂ. ക്ലിയർ ആയിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. പാപം ഉണ്ടാകുവാനുള്ള 3 ഘടകങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. 3 ഘടകങ്ങൾ സമ്മേളിക്കുമ്പോഴാണ് പാപം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. പാപം ഉണ്ടാകാനുള്ളതല്ല, സാധാരണയിൽ പാപം സംഭവിക്കണമെങ്കിൽ ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച്. അതെ, അപ്പോ ഈ 3 ഘടകങ്ങൾ സംഭവിച്ചില്ല എങ്കിലും ചിന്തയിൽ വന്നാലും അത് പാപമായിട്ട് തന്നെയല്ലേ കണക്കാക്കപ്പെടുന്നത് പുതിയ നിയമപ്രകാരം? ചിന്തയിലും വരാം, പാപമായിട്ട് തന്നെയല്ലേ കണക്കാക്കപ്പെടുന്നത്? അതെ, ചിന്തയിലൂടെ നമുക്ക് പാപം ചെയ്യാം. ദാവീദിന്റെ ഉദാഹരണമാണെങ്കിലും ജോസഫിന്റെ ഉദാഹരണമാണെങ്കിലും അവിടെയെല്ലാം പാപം സംഭവിച്ചു, ഫിസിക്കലി സംഭവിച്ചില്ല എങ്കിലും പാപമായി തന്നെയാണല്ലോ കണക്കാക്കപ്പെടുന്നത്. അത് പുതിയ നിയമത്തിൽ അങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ വരത്തില്ല. നമ്മൾ ചെയ്തെങ്കിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായെങ്കിലുമേ അതാണ് ആ നിലയിൽ കണക്കിടപ്പെടുന്നത്. എന്നാൽ ഒരു കാര്യത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷത്തില്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവൻ, സ്ത്രീയെ നോക്കുന്നതല്ല, അവൾ മോഹിക്കുക എന്ന് പറയുന്നത് ലസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. LUST, ലസ്റ്റ് എന്ന് പറയുന്നത് കാമവികാരത്തോടെ അല്ലെങ്കിൽ ജഡമോഹത്തോടു കൂടി നോക്കുന്നവൻ. മോഹിക്കേണ്ടതിന് നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു പോയി എന്ന് ഞാൻ പറയുന്നു. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ പാപം സംഭവിച്ചാൽ മാത്രമേ അത് പാപമായിട്ട് പരിഗണിക്കപ്പെടത്തുള്ളൂ. ആ പഴം കണ്ടു, അത് പാപമായിട്ട് തീർന്നില്ല. അവരത് പറിച്ചു, അതും പാപമായിട്ട് തീർന്നില്ല. തിന്നരുതെന്ന് ദൈവം പറഞ്ഞുള്ളൂ. തിന്നപ്പോൾ അത് അന്തരീക്ഷം മാറി, സിറ്റുവേഷൻ മാറി.
അപ്പൊ എനിക്കൊരു സംശയം പാസ്റ്ററെ, ഒരു വ്യക്തി കൊലപാതകം ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചിന്തിച്ചാൽ അല്ല ചിന്തിച്ചുകൊണ്ട് നടന്നാല് അത് ചെയ്തില്ലെങ്കിലും പാപമാകത്തില്ലേ? ഇല്ല, അതിൽ നിന്ന് പിന്മാറിയ പാപമാകത്തില്ല. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടാൻ പറയുന്നത്. ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടുക, പക്ഷേ ദൈവം ക്ഷമിക്കുമായിരിക്കും. ആ ചിന്തകൾ, അതിനകത്തൊരു കാര്യം ജോബിൻ, ഈ ചിന്ത നമ്മുടെ അറിവും സമ്മതവും കൂടാതെ ഈ ചിന്തയും വരും കേട്ടോ. അതുകൊണ്ട് ഈ ചിന്തയുടെ ഉറവിടം നമ്മൾ പഠിച്ചത്, ഞാനിപ്പോ നിങ്ങൾ 2 ബാച്ച് മിക്സ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഈ ചിന്തകളെ തിരിച്ചറിയണം, അത് നമ്മുടെ ഒരു വിഷയമാണ്. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. ഓക്കെ, അത് വചനം ഇടപെട്ടു. എത്രയോ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. ചിന്തകൾക്കെതിരെ വചനം, ഹൃദയത്തിലുള്ള വചനം അതിനെതിരെ വരും. ആ വചനം നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അത് പാപമായിട്ട് തീരുന്നില്ല. പക്ഷി നമ്മുടെ തലയ്ക്ക് മീതെ പറന്നുപോയാൽ പാപമല്ല, പക്ഷെ നമ്മുടെ തലമുടിയിൽ കൂടുകൂട്ടാൻ അനുവദിച്ചാൽ അതൊരു പാപമാണ്. ഏകദേശം 2000-ഓളം ചിന്തകളാണ് ഒരു ദിവസം മനുഷ്യന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്. നേരം വെളുത്ത് ഉണർന്ന് ഉറങ്ങുന്നത് വരെ 1500-നും 2000-നും ഇടയിൽ ചിന്തകൾ കടന്നു പോകും. ഞാൻ പിന്നീട് നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുന്നു. നമ്മുടെ സമയം ഞാൻ പാസ്റ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു, ജോണി പാസ്റ്റർക്ക്. സോ ഇത് എഴുതി വെച്ചേക്ക്, യാഹ്വേ സെബായോത്ത്. അതിന്റെ വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ പാസ്റ്റർ, എല്ലാവർക്കും താങ്ക് യു പാസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏറ്റവും അനുഗ്രഹമായ നിലയിൽ ക്ലാസ്സുകൾ പുരോഗമിക്കുന്നല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ പാർട്ടിസിപ്പൻസ് കുറച്ച് പേര് ഇടയ്ക്ക് മിസ്സാവുന്നുണ്ട്. കഴിവതും ക്ലാസ് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കാൻ, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് തന്ന നല്ല സമയത്തിനായി നന്ദിയോടെ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. ഇന്നത്തെ ക്ലാസ്സുകൾ കൃത്യമായി എടുക്കുവാൻ ഞങ്ങളുടെ ദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തിയല്ലോ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി. കഥാത്വത്തിനായി നന്ദി കർത്താവ്. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബെൻസിക്കായി, ജോബിനായി, സ്ലേബാ ബ്രദറിനായി, സുരേഷ് ബാബു ബ്രദറിനായി, നൈസി സിസ്റ്റർക്കായി, ടിറ്റി ബ്രദറിനായി, ജൂലിയറ്റ് സിസ്റ്ററിനായി, സുനിൽ ബ്രദറിനായി, സീന സിസ്റ്ററിനായി, ഡാർലിക്കായി, ഡെൽനയ്ക്കായി, കർത്താവ് ശശി ബ്രദറിനായി, സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ദൈവകൃപയെ പരിപാലിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. നാഥ, ആവശ്യമാക്കുന്ന ബുദ്ധിയും ജ്ഞാനവും കർത്താവെ നൽകി ദൈവകൃപയിൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരണം. ഓരോരുത്തരുടെയും കോളിംഗ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രത്യേക കൃപ നൽകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടികളെയും തിരുക്കളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്ത ആഴ്ച വരെ കർത്താവ് സൂക്ഷിപ്പാൻ ഇടയായിത്തീരണം. കൃത്യതയോടെ മുന്നേറുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ആമേൻ.